കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവ് സംഭവങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ ഒരു വൻ പടയൊരുക്കം നടക്കുന്നു. ഈ അവസാന ഘട്ടത്തിലേക്ക്, അതായത് ഭരണം കിട്ടാൻ സാധ്യതയുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ നിൽക്കുന്ന ഈ അവസരത്തിൽ ആരാണ് ഈ കല മുടക്കുന്നത്? അതായത് ഇന്ന് വരെ, ഇപ്പോൾ ഈ സെക്കൻഡ് വരെ, നമ്മൾ സംസാരിക്കുന്ന സെക്കൻഡ് വരെ ഒരു പോസിറ്റീവ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കോൺഗ്രസിന് അതിന്റെ സംഘടനയെ, അതിന്റെ അണികളെയോ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ലീഡർഷിപ്പ്, മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ലീഡർഷിപ്പ് ഊർജം പകരുന്നത്, ഊർജം വലിച്ചെടുക്കുന്നത് പിണറായി വിജയനോടുള്ള, LDF-നോട് പോലെയല്ല, പിണറായി വിജയനോടുള്ള അതുപോലുള്ള പക ജനങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഏറ്റവും പിണറായി വിജയൻ പറയുന്നത് ഏറ്റവും വെറുക്കപ്പെട്ടവനായി തന്നെ പിണറായി വിജയൻ സ്വയം മാറിക്കഴിഞ്ഞു. ആ വെറുപ്പിന്റെ ഗുണഫലം അനുഭവിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ആ വെറുപ്പിന്റെ ഫലം ഒന്നുകൊണ്ട് മാത്രം UDF-ന് തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റും എന്നൊരു മോഹം പലരിലും ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ സാധ്യമായേക്കാം. പക്ഷെ ഇവിടെ ഈ അധികാരം ലഭിക്കും എന്നായപ്പോൾ ഇന്നലെ വരെ നിശബ്ദരായി കിടന്ന പല നേതാക്കളും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. കാരണം നാളെ അധികാരത്തിൽ തങ്ങൾക്കും ആ പങ്കാളിത്തം വേണമെന്നുള്ള, വ്യക്തിപരമായ പങ്കാളിത്തം വേണമെന്നുള്ള ആഗ്രഹം. മറിച്ച് ഇന്ന് KPCC ഏറ്റവും സജീവമായത്, അടുത്ത കാലത്ത് KPCC ഏറ്റവും സജീവമായത് K. സുധാകരനും V.D. സതീശനും കൂടെയുള്ള കൂട്ടുകെട്ട് സംഘടനാ രംഗത്തേക്ക് സജീവമായി വന്നപ്പോഴാണ്. അവർക്ക് കിട്ടിയ സ്വീകരണങ്ങൾ ഒരു കോൺഗ്രസ്സുകാരനും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട ബൂത്ത് കമ്മിറ്റിയും കുടുംബയോഗങ്ങളും ഏറ്റവും സക്സസ് ആയി നടത്താനും അവർക്ക് സാധിച്ചു. അപ്പോഴാണ് വേറൊരു പറ്റം പറയുന്നത്, തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, ഇപ്പൊ ഇനി ബൂത്ത് കമ്മിറ്റി പുനഃസംഘടന വേണ്ട. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അന്തർഛിദ്രത്തിന്റെ അടിസ്ഥാനം K. സുധാകരനും V.D. സതീശനും ഒത്തുചേർന്ന് ആ ടീമിന്റെ ലീഡർഷിപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റികളെ ബൂത്ത് പുനഃസംഘടന തുടങ്ങിയപ്പോൾ ആണ് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയത്. പക്ഷെ അതിനെ തുരങ്കം വയ്ക്കുന്നതിൽ ഇവിടുത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ നേതാക്കൾ തന്നെ വിജയിച്ചു. അവർ പറഞ്ഞ ന്യായം, തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, അതുകൊണ്ട് ഇത് നടത്തി കഴിഞ്ഞാൽ ഉടനെ വിഭാഗീയത കൂടും. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആ പുനഃസംഘടനയെ തുരങ്കം വെച്ചവർ തന്നെയാണ് ഇന്നും ഏതെല്ലാം തരത്തിൽ കോൺഗ്രസിന്റെ ഉയർന്നു വരുന്ന ലീഡർഷിപ്പിന്, അതായത് ഇപ്പം അത് ഷാഫി പറമ്പിലായാലും മാങ്കൂട്ടായാലും സതീശനായാലും ബൽറാമായാലും ആരായാലും റോജി MJ, ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് ഈ ഉയർന്നു വരുന്ന പഴയ ലീഡർഷിപ്പ് ഉണ്ട്. തങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ലീഡർഷിപ്പ്, ഇവരാണ് ഇതിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ കോൺഗ്രസിനെ രക്ഷിക്കാമെന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ആലോചിക്കേണ്ടിയിരിക്കുന്നു. സർ, അത് ഇപ്പോ സാറ് പറഞ്ഞത് സുധാകരനും V.D. സതീശനും, അതായത് V.D. സതീശൻ പ്രതിപക്ഷ നേതാവാവുകയും സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു ചെറിയൊരു മാറ്റം, അതായത് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സതീശന്റെ സ്ട്രാറ്റജി അനുസരിച്ച് സ്ഥാനാർത്ഥികൾ വരുന്നു, ജയിക്കുന്നു ഒക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിലും ഈ സതീശൻ അടങ്ങുന്ന സംഘം തന്നെയല്ലേ ഈ K. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അങ്ങേയറ്റം ഈ തദ്ദേശ ഇലക്ഷൻ വരെയെങ്കിലും സുധാകരനെ നിലനിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്കകത്ത് കാണുന്ന ഇത്രയും പ്രശ്നങ്ങൾ, ഉൾപാർട്ടി രാഷ്ട്രീയം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് സത്യമല്ലേ? അല്ല, പാർട്ടി അങ്ങനെയല്ല. കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാൻ ഇവർ സമ്മതിച്ചില്ല. ഇവരുപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന, ഇവിടെ സമുദായ സമവാക്യങ്ങൾ എന്നൊരു വാക്ക് ഉപയോഗിക്കും. ഏത് പുനഃസംഘടന വന്നാലും ഏത് ഭാരവാഹി നിയമ സമുദായ സമവാക്യങ്ങൾ അത് യോജിച്ചില്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാനാണ്. സമുദായ സമവാക്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു കോൺഗ്രസ് നേതാവിന് യാതൊരു കാരണവശാലും കോൺഗ്രസിന്റെ പുറകെ പോകാൻ പറ്റിയല്ല, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല. കോൺഗ്രസ് സാമുദായിക സമവാക്യങ്ങൾ AICC നോക്കിയത് കൊണ്ടല്ലേ പിണറായിയിൽ നിന്ന്, അതായത് കണ്ണൂരിൽ നിന്നൊരു മുഖ്യമന്ത്രി, അതും ഒരു SNDP സമുദായക്കാരൻ, അതുപോലൊരു SNDP സമുദായത്തിന്റെ ആളായിട്ട് തന്നെ K. സുധാകരനെ കൊണ്ടുവന്നത് AICC അങ്ങനെ സാമുദായിക സമവാക്യം നോക്കിയത് കൊണ്ടല്ല. അല്ല, പിണറായി വിജയനെയും K. സുധാകരനെയും ഈഴവ പ്രതിനിധികളായിട്ടും ഈഴവ നേതാക്കളായിട്ടും കാണുന്നിടത്താണ് തെറ്റ്. അതെന്താ നിങ്ങൾ ആലോചിക്കാത്ത? അങ്ങനെ കാണുന്ന ഒരു പൊളിറ്റിക്കൽ റീഓർഗനൈസേഷൻ തയ്യാറാകുന്ന AICC ആണ് തെറ്റ് ചെയ്യുന്നത്. ഈഴവ പ്രതിനിധിയായിട്ടാണോ സുധാകരൻ പ്രസിഡന്റായത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത്? എത്ര പേര് വിജയൻ എന്ന് പറയുന്ന കണ്ണൂരുകാരനായ ഒരു മുഖ്യമന്ത്രി വന്നപ്പോൾ കണ്ണൂരുകാരനായ ഒരു വ്യക്തിയെ KPCC പ്രസിഡന്റ് ആക്കി, അതല്ലായിരുന്നു അതിന്റെ രാഷ്ട്രീയം.
അല്ല, അത് കണ്ണൂരുകാരനായ വ്യക്തിയെ KPCC പ്രസിഡന്റാക്കുന്ന പ്രാദേശികമായി പറയാം. മലബാറും കേരളവും, അല്ലെ മലബാറും തിരുവിതാംകൂറും, അല്ലെ മലബാറും കൊച്ചിയും, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറിച്ച് ഇപ്പൊ ക്രൈസ്തവ സഭയിൽ നിന്നയാള്, നായരിൽ നിന്നയാള്, SNDP-യിൽ നിന്നയാള്, KPMS പ്രാതിനിധ്യം വേണ്ടേ സമുദായ സമവാക്യത്തില്? അവർ കൂട്ടില്ലേ? ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ പറയുന്ന സമുദായ സമവാക്യത്തില് KPMS ഇപ്പൊ അനിൽകുമാറിനെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് എന്നത് AK ആന്റണി ആരെങ്കിലും കത്തോലിക്ക നേതാവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. കരുണാകരനായ മാരാര ഏറ്റവും ഹിന്ദുക്കളുടെ ഏറ്റവും എണ്ണത്തിൽ കുറവുള്ള ഒരു വിഭാഗമാണ് മാരാര്. കരുണാകരനെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടും ലീഡറായിട്ടും അംഗീകരിച്ചില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സാധിച്ചത്? എന്തുകൊണ്ടാ? എങ്ങനെയാണ് ക്രൈസ്തവ നേതാക്കന്മാര് PT ചാക്കോയുടെ കാലം വരെയെങ്കിലും, അല്ലെ അതിനുശേഷം ഉണ്ടായത് എങ്ങനെയാ? PT ചാക്കോയും R ശങ്കറുമായിട്ടുള്ള വഴക്കിന്, അല്ലെ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സമുദായത്തിന്റെ നിറം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു. അത് മറക്കരുത്. അതോടുകൂടി PT ചാക്കോയുടെ കൂടെ നായരും കൂടെ വന്നു എന്ന് വിചാരിക്കും. മന്നത്ത് ഉൾപ്പെടാനും കൂടെ വന്നു. അതോടുകൂടി തിരുവിതാംകൂറിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ തകരുകയാണ് ചെയ്തത്. അതേസമയം സമുദായങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാൽ സമുദായങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാം. അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും തോളിൽ കയറുന്ന നടത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിക്കുന്ന ഒരുപറ്റം നേതാക്കളുണ്ട്. വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്നും ഈ സ്കൂൾ ഓഫ് മിഷനൊക്കെ പണ്ട് റെക്കമെൻഡേഷൻ ലെറ്റർ മേടിക്കുക. അതുപോലെയാണ് പല നേതാക്കളും നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആരുടെയെങ്കിലും സമുദായ സംഘടനാ നേതാക്കന്മാർ ഇന്നവൻ ഈ വരുന്ന കത്തുമായി വരുന്ന സുധാകരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് വെള്ളാപ്പള്ളിയും, ഈ കത്തുമായി വരുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അല്ലെ താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് സുകുമാരൻ നായരും കത്തെഴുതുകയും അതിന് പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ലീഡർഷിപ്പാണ് കോൺഗ്രസിന്റെ പരാജയം. രമേശ് ചെന്നിത്തലയുടെ കഴിവിനെയോ സുധാകരന്റെ കഴിവിനെയാണ് ബഹുമാനിക്കേണ്ടത്, മെറിറ്റിനെയാണ് ബഹുമാനിക്കേണ്ടത്. അതിന് പകരം സമുദായ സംഘടന സതീശൻ കുറെയൊക്കെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സതീശനെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ആയുധവും ഇത് തന്നെയാണ്. ഇതേ ആയുധം തന്നെ സതീശനെതിരായിട്ട് പ്രയോഗിക്കപ്പെടും. സുധാകരനെ ഒരിക്കലും ഈഴവ നേതാവായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ആ സുധാകരനെ ഈഴവ നേതാവായ ഈഴവന്റെ പ്രതിനിധിയായിട്ട് KPCC പ്രസിഡന്റായിട്ട് സുധാകരൻ വന്നു എന്ന് പറയുമ്പോൾ സുധാകരനാണ് മോശം. സാർ, അങ്ങനെയാണെങ്കിൽ UDF കൺവീനറായി ഇപ്പോൾ ഈ പറയുന്ന അടൂർ പ്രകാശിനെ കൊണ്ടുവന്നതും ഒരു ജാതി സമവാക്യത്തിന്റെ പേരിൽ അല്ല. അടൂർ പ്രകാശൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തന പരിചയമുണ്ട്. കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈഴവർക്ക് അത്ര ഭൂരിപക്ഷമുള്ള സ്ഥലമില്ല. അവിടുന്നാണ് പോരാളിയാണ് ജയിക്കുന്നത്. ആര് ജയിക്കുന്നത്? അടൂർ പ്രകാശ് ജയിക്കുന്നത്. വെറുതെ ജയിക്കുന്നല്ല. ഈ പോരാളി ജയിച്ച എത്ര കോൺഗ്രസ്സുകാരുണ്ട്? ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. രമേശിനെതിരെ തന്നെ വീണ്ടും പറയാം, കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ കൺമുമ്പിൽ കാണുന്ന അനുഭവം. കഴിഞ്ഞ 10 വർഷം അല്ലെ 15 വർഷമായിട്ടുള്ള ആലപ്പുഴയിൽ ഇരുന്ന എല്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരും DCC പ്രസിഡന്റുമാരും രമേശ് ചെന്നിത്തലയുടെ നോമിനികളായിരുന്നു. എത്രയുണ്ട് MLA-മാര് ആലപ്പുഴയില് കോൺഗ്രസിന്? ഇപ്പം ഏറ്റവും മിടുക്കനായ ലിജുവിനെ സ്വതന്ത്രമായിട്ട് ചുമതല കൊടുത്താൽ ചിലപ്പോൾ ലിജു കുറെ നന്നായിട്ട് പ്രവർത്തിച്ചേനെ. ലിജു രമേശിന്റെ ആളായിട്ട് അറിയപ്പെടുന്നത്. ഓരോ DCC പ്രസിഡന്റ് രമേശിന്റെ ആള്, സതീശന്റെ ആള്, സുധാകരന്റെ ആള് എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ തുടങ്ങുമ്പോൾ ആ DCC പ്രസിഡന്റുമാരെ കഴിവും പോവും. ഷിയാസിന് ഇവിടെ ഇപ്പൊ എറണാകുളത്ത് എടുത്തു. ഷിയാസിന് ഇവിടെ സ്വന്തമായൊരു വ്യക്തിത്വമുണ്ട്. സതീശന്റെ ഒപ്പം നിൽക്കുന്ന, അല്ലെ സതീശന്റെ കൂടെയാണ് നിൽക്കുന്നെങ്കിൽ പോലും സതീശന്റെ ആളാണ് ഷിയാസ് എന്ന് പറയില്ല. DCC പ്രസിഡന്റ് ഷിയാസ് എന്നാ പറയുന്നത്. ആ മാറ്റം കോൺഗ്രസിൽ സംഘടനാപരമായി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗതി അധോഗതിയായിരിക്കും. പിന്നെ രണ്ടാമത്, ഈ ഹൈക്കമാൻഡ് സ്ട്രക്ചറിന് കോൺഗ്രസിന് പറ്റുന്നൊരു കുഴപ്പം, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? രാജീവ് ഗാന്ധി വരെ ഒരു പരിധി വരെ കോൺഗ്രസ് സംഘടനയിൽ ജനങ്ങളെ കോൺഗ്രസ് സംഘടനയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന നേതാക്കന്മാരായിരുന്നു. രാഹുൽ ഗാന്ധിക്കും പറ്റും. പിന്നെയുള്ള ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് നേതാക്കന്മാർ ആരൊക്കെ? സോണിയാഗാന്ധിക്ക് സാധിക്കുമോ? കാര്യം സോണിയാഗാന്ധി പ്രസിഡന്റാണ്. സോണിയാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ കൂട്ടോ രാജീവ് ഗാന്ധിയുടെ കൂട്ടോ ജനങ്ങളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ പറ്റില്ല. അവർക്ക് അതവിടെ വ്യക്തിപരമായ കുഴപ്പമല്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സോണിയാഗാന്ധി പറയുന്നതാണ് കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം എന്ന് പറഞ്ഞ തീരുമാനങ്ങൾ കോൺഗ്രസിന് സോണിയാഗാന്ധിക്ക് വിട്ടുകൊടുക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഇത് തോന്നുന്നു. ഇവിടെ വന്ന് തീരുമാനം എടുക്കുന്ന ആരാ? ദീപാദാസ് മുൻഷി. ഒരു കാലത്ത് ബംഗാളിൽ കോൺഗ്രസ് എന്തായിരുന്നു? പ്രിയരഞ്ജൻ ദാസ് മുൻഷി ആരായിരുന്നു? അവരുടെ ഭർത്താവ് ആരായിരുന്നു? ഇത്തരം കാര്യങ്ങൾ അറിയാതെ ബംഗാളിൽ കോൺഗ്രസ് ഇല്ല. അധീർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ ഒരു ബംഗാളിലെ ഗ്രൂപ്പുകാരനാണ് പറയാം. അവിടെ കോൺഗ്രസിനെ തകർത്തു. മമതയെ എതിർക്കുക മാത്രമായ അയാളുടെ ചുമതല, മമതയെ തെറിപറയുക മാത്രമായ അയാളുടെ ജോലി. കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയില്ല. അവസാനം കോൺഗ്രസ് അവിടെ ഇല്ലാതായി, തകർന്നില്ലാതായി. അത്തരം പാരമ്പര്യം പുലർത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാര് കേരളത്തിലും ഉണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല എയർപോർട്ടിൽ വന്നിറങ്ങി അവിടെ എത്ര പേരെ കാണും നിങ്ങൾ നോക്കൂ?
വി ഡി സതീശൻ എയർപോർട്ടിൽ വന്നിറങ്ങി എത്ര നേതാക്കന്മാരെ കാണുമെന്ന് ഓർത്തോ? അവര് വരുമ്പോൾ, ഈ നേതാക്കന്മാർ വരുമ്പോൾ എയർപോർട്ടിലും ഗസ്റ്റ് ഹൗസുകളിലും ചെല്ലുന്ന യുക്തിക്കണ്ണികളാണ് ഇന്ന് കോൺഗ്രസിന്റെ ശാപം. ഏതായാലും സാർ, ഒരു പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പോലും കണ്ടെത്താൻ കഴിയാതെ വല്ലാത്ത വിഷമവൃത്തത്തിൽ, പുതിയ DCC പ്രസിഡന്റുമാരെ കണ്ടെത്താൻ കഴിയാത്ത വിഷമവൃത്തത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇനി വരുന്ന തദ്ദേശ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ ജനം പ്രതീക്ഷിക്കുന്നത് വെറുതെയാകുമോ എന്നൊരു ആശങ്ക മാത്രമാണുള്ളത്. അല്ല, അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് സംഘടന ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എനർജി മുഴുവൻ വറ്റിപ്പോവും, വെറുതെ പോവും. അതായത് നമ്മൾ തന്നെ പറഞ്ഞത്, കാടിനിട്ടടിക്കുക, പാറക്കിട്ടടിക്കുക, അങ്ങനെയുള്ള ഫലമേ ഉണ്ടാവുള്ളൂ. സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രവർത്തനം. നിങ്ങളൊന്ന് എല്ലാവരും ചെന്ന് അയൽക്കാരുടെ വീട്ടിലേക്ക് തീർത്ഥാടനം നടത്തണം. ഏതാ നമ്മുടെ കുന്നംകുളത്ത് തല്ലുകൊണ്ട ആളിന് വേണ്ടി, ശുചിത്തിന് വേണ്ടി പോരാടിയ വർഗീസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അവിടെ, അല്ലേ? അതെ അതെ. ആ വർഗീസിന്റെ കാലെ വീഴിട്ട് ഇവര് കല്യാണ പന്തലുകളിലും സമുദായ മീറ്റിങ്ങുകളും സമുദായ സംഘടനാ നേതാക്കന്മാരും കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു കിടക്കുന്ന എല്ലാ ദരിദ്രവാസി കോൺഗ്രസ് നേതാക്കന്മാരും വർഗീസിന്റെ കാലെ വീഴട്ടെ. ഒരു ഒറ്റ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. കേരളത്തിലെ MP-മാര് അങ്ങ് കാസർഗോഡ് ഉണ്ണിത്താൻ തൊട്ട് ഇവിടെ തരൂര് വരെ കഴിഞ്ഞ ഒരു മാസം ഓരോ ദിവസവും ഇവർ പങ്കെടുത്ത പരിപാടികളൊന്ന് പബ്ലിഷ് ചെയ്യാവോ? KPCC ഓഫീസിലും DCC ഓഫീസിലും ഇവരെവിടെയൊക്കെ പോയി ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുത്തു എന്ന് പബ്ലിഷ് ചെയ്താൽ എത്ര പാർട്ടി പരിപാടികളുണ്ട്, എത്ര മണ്ഡലം കമ്മിറ്റി മീറ്റിങ്ങുകൾ ഇവർ പങ്കെടുത്തു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും.